ഹായ് ജീനിയസ് ഫാമിലി, നമ്മുടെ ആദ്യത്തെ GAB എക്സാം ഇപ്പോൾ കഴിഞ്ഞു. പലരും നല്ല അടിപൊളി മാർക്ക് വാങ്ങിയിട്ടുണ്ട്, പലരും നല്ല റാങ്കുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അതേസമയം കുറേ ആൾക്കാർ എനിക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്നൊരു ഫീലിംഗ് കൂടി ഇരിക്കുന്നവർ പലരും ഉണ്ടാവും. ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കാരണം മാർക്ക് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ ചില സബ്ജക്റ്റുകളിൽ അല്ലെങ്കിൽ ചില ചോദ്യങ്ങളിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഇവിടെയാണ് മിസ്റ്റേക്ക് അനാലിസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ജസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റിലും ചോദ്യത്തിലുള്ള മിസ്റ്റേക്കുകൾ മാത്രമേ ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾ GAB എക്സാം എഴുതിയ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ശരിക്കും എക്സാം ഹോളിൽ എന്തൊക്കെയായിരിക്കും ഫീൽ ചെയ്യുക. എക്സാം ഹോളിൽ ആ ഒരു പ്രഷർ ഉണ്ടാവും, ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടാവും, സ്ട്രെസ് മാനേജ്മെൻറ്റ് ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയായിരുന്നു ആദ്യത്തെ GAB എന്ന് പറയുന്നത്. ഇനിയും GAB എക്സാമുകൾ വരാനുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ഡെമോ കിട്ടിയിട്ടുണ്ടാവും എന്തൊക്കെയാണ് എക്സാം ഹോളിൽ സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ മിസ്റ്റേക്കുകൾ എന്ന് പറയുന്നത് ജസ്റ്റ് കോൺസെപ്റ്റിൽ മാത്രമാവണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്ന രീതി, അതായത് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവാം. നമ്മൾ ടൈം മാനേജ്മെൻറ്റും അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ്മെൻറ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി ചിലപ്പം ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുകയും അതിനെ അടുത്ത എക്സാമുകളിലേക്ക് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ഒരു ലെവലും കൂടെ മുകളിലേക്ക് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യാം. അതെങ്ങനെ ചെയ്യാം? ഇവിടെ മിസ്റ്റേക്ക് അനാലിസിസ് എന്ന് പറയുന്നത് രണ്ട് ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ എക്സാം കഴിഞ്ഞ ഉടനെ, അത് അധികം ഡിലേ ആവരുത്, 1-2 ദിവസം കഴിഞ്ഞിട്ടല്ല, അന്നത്തെ ദിവസം തന്നെ ജസ്റ്റ് എക്സാം ഹോളിൽ എന്തൊക്കെ സംഭവിച്ചു എന്നൊരു അനാലിസിസ് നടത്തുക. അത് ക്വസ്റ്റ്യൻ അനാലിസിസ് അല്ല കേട്ടോ. എക്സാം ഹോളിൽ എക്സാം ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആദ്യത്തെ ഒരു 10 മിനിറ്റ് ചിലപ്പോൾ പലർക്കും മൈൻഡൊക്കെ ബ്ലാങ്ക് ആയി പോയി എന്ന് പറയാറുണ്ട്. ചിലർ എക്സാം ഹോളിൽ അവസാനത്തെ ഭാഗത്തേക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട്, കുറേ അറിയാവുന്ന ചോദ്യങ്ങളുണ്ട് പക്ഷേ സമയം കുറവാണ്, അപ്പോൾ പെട്ടെന്ന് മാർക്ക് ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ സ്ട്രെസ്ഡ് ആയിട്ട് പലതും മാർക്ക് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഗസ് ചെയ്തിട്ടുണ്ടാവാം. ഈസി ക്വസ്റ്റ്യൻ അല്ല, ഇതൊക്കെ എങ്ങനെ വിട്ട് കളയാൻ വിചാരിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഏതൊക്കെ പോയിന്റുകളിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടായത്, അല്ലെങ്കിൽ ഏതൊക്കെ പോയിന്റുകളിലാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ നിങ്ങളെല്ലാം ഈസി ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ട് മാത്രമാണോ ഡിഫിക്കൽട്ടിലേക്ക് പോയത്, അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജ് ഉണ്ടായിട്ടുണ്ടോ എക്സാമിൻ്റെ ഇടയിൽ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ജനറലി അനലൈസ് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും മൊമെൻറ്റിൽ പാനിക് ആയിട്ടുണ്ടെങ്കിൽ ആ മൊമെൻറ്റ് ഏതാണ്, സ്റ്റാർട്ടിങ്ങിലാണോ എൻഡിങ്ങിലാണോ, ഈ രീതിയിലൊരു ഓവറോൾ അനാലിസിസ് നടത്തുക. ഈ അനാലിസിസ് എന്ന് പറയുന്നത് അടുത്ത എക്സാം ഹോളിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളതിനെ ഡിറ്റർമിൻ ചെയ്യുന്നൊരു ഫാക്ടറായിരിക്കും. ഇതാണ് ആദ്യത്തെ അനാലിസിസ് എന്ന് പറയുന്നത്. ഈ അനാലിസിൻ്റെ സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഒന്ന്, ഏതൊക്കെ മൊമെൻറ്റുകളിലാണ് നിങ്ങൾ സ്ട്രെസ്ഡ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഏതൊക്കെ മൊമെൻറ്റുകളിലാണ്. ചില ചോദ്യങ്ങളുടെ മുകളിലെങ്കിൽ നിങ്ങൾ സ്റ്റക്കായിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ നിങ്ങൾ വിടാതെ ആ ചോദ്യം ചെയ്ത് തീർത്തിട്ടേ അടുത്ത ചോദ്യത്തിലേക്ക് പോകുള്ളൂ എന്നൊരു ഫീലിങ്ങോടുകൂടെ നിങ്ങൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ ഓരോ ചോദ്യവും അതിൻ്റെ ആൻസറും എന്താണ്, ആ അനാലിസിസ് അല്ല ഇത്. ഇതിന് ശേഷമാണ് നമ്മുടെ അൾട്ടിമേറ്റ് സൊല്യൂഷൻ അനാലിസിസ് വരുന്നത്. രണ്ടാമത്തെ അനാലിസിസാണിത്. ഇതിനകത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ സൊല്യൂഷൻസും എല്ലാമായിട്ടാണ് നമ്മൾ അനാലിസിനിരിക്കുക. അപ്പോൾ ഓരോ ചോദ്യം അപ്രോച്ച് ചെയ്ത രീതി ശരിയാണോ, അല്ലെങ്കിൽ ചോദ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഓപ്ഷൻസ് പ്രോപ്പറായിട്ട് റെഫർ ചെയ്തിട്ടില്ലേ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ അനാലിസിസ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് കോൺസെപ്റ്റിലുള്ള മിസ്റ്റേക്കുകളായിരിക്കും, അല്ലെങ്കിൽ മിസ്റ്റേക്ക് എന്നല്ല, കോൺസെപ്റ്റിലെ മിസ്സിംഗ് ലിങ്കുകളായിരിക്കാം. ചിലപ്പോൾ ഒരു കോൺസെപ്റ്റ് 90% നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടുണ്ടാവുക, പക്ഷേ ചോദ്യം വന്ന സമയത്ത് ആ 10%, നിങ്ങൾക്ക് അറിയാത്ത 10%-നായിരിക്കാം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവുക. പക്ഷേ നിങ്ങൾ പഠിച്ച ടോപ്പിക് അല്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു കാൽക്കുലേറ്റഡ് ഗസ് വഴി ഓപ്ഷൻ C ആണ് എന്ന് വെച്ച് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കോൺസെപ്റ്റുകൾ കവർ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ എവിടെയാണോ മിസ്സായി പോയ ടോപ്പിക്കുകൾ, മിസ്സിംഗ് ലിങ്കുകൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ നിങ്ങൾ ആദ്യത്തെ അനാലിസിൽ ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ചിലപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടാകുന്ന രീതി, സൊല്യൂഷനിൽ വളരെ സിമ്പിളായിട്ടൊരു ടെക്നിക്കും നിങ്ങൾ എക്സാം ഹോളിൽ വളഞ്ഞ വഴിയായിരിക്കും പോയിട്ടുണ്ടാകും. അപ്പോൾ അതൊന്ന് അനാലിസ് ചെയ്യുക, അതൊന്ന് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു കേസ്. വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമിൽ ഈ ചോദ്യങ്ങളെല്ലാം വായിച്ച് നിങ്ങൾ ആൻസറിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്കറിയാം, നമുക്ക് 4 ഓപ്ഷനിൽ നമ്മളോട് പറയുന്നത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക ആദ്യത്തെ ഓപ്ഷൻ വായിച്ചു, ഇത് ഓക്കെയാണ്, ടിക്ക്, അടുത്ത ചോദ്യത്തിലേക്ക് പോയി. ബാക്കിയുള്ള ഓപ്ഷൻ മുഴുവനായിട്ട് വായിക്കാണ്ടിരുന്നിട്ടുണ്ടാവാം. ആ കാര്യങ്ങളെല്ലാമാണ് ഈ ഒരു സെക്കൻഡ് റൗണ്ട് ഓഫ് അനാലിസിൽ നിങ്ങൾ നടത്തേണ്ടത്. ഇത്രയും അനാലിസിസ്, ഈ 2 അനാലിസിസും നടത്തിയ ശേഷം അതിൽ നിന്ന് നിങ്ങൾക്ക് അടുത്ത എക്സാമിലേക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒരു ലോഗ് ബുക്ക് പോലെ, ഒരു പേപ്പറിലോ ഒരു കുഞ്ഞു ബുക്കിലോ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി നോട്ട് ചെയ്ത് കീപ്പ് ചെയ്ത് വെക്കുക. അടുത്ത എക്സാമിന് മുൻപ് ഈ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ വായിച്ചുറപ്പിച്ച ശേഷം മാത്രമേ അടുത്ത എക്സാമിലേക്ക് പോകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അടുത്ത GAB എക്സാമിന് മുൻപ് വേറെ പല എക്സാമുകൾ, ഫാറ്റ് എക്സാം ഉണ്ട്, ഗ്രാൻഡ് ടെസ്റ്റുകളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള എക്സാമുകളുണ്ട്. ചിലപ്പോൾ നിങ്ങൾ സ്വന്തമായി മോക്ക് എക്സാമുകൾ നമ്മുടെ ഇൻഫിനിറ്റി പ്രാക്ടീസ് ഓപ്ഷൻ വെച്ചൊക്കെ നിങ്ങൾ എടുത്തു നോക്കുന്നുണ്ടാവും. അവിടെയൊക്കെ ഇപ്പോൾ നിങ്ങൾ നടത്തിയ മിസ്റ്റേക്കുകളൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പിക്കുക. അതൊരു പ്രാക്ടീസ് സെക്ഷനാക്കി എടുക്കുക. എന്നിട്ട് അടുത്ത GAB ആകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഈ കണ്ട എല്ലാ മിസ്റ്റേക്കുകളും, നമ്മൾ വരുത്തിയ എല്ലാ മിസ്റ്റേക്കുകളും റെക്ടിഫൈ ചെയ്തുകൊണ്ട് ഒരു ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാൻ നമുക്ക് ട്രൈ ചെയ്യാം. എല്ലാവർക്കും ഒരു പാറ്റേൺ ഓഫ് മിസ്റ്റേക്സ് ഉണ്ട്. എല്ലാവരും വരുത്തുന്ന മിസ്റ്റേക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ പെടുന്ന മിസ്റ്റേക്കുകളായിരിക്കാം.
ചിലപ്പോൾ എത്ര നോക്കിയിട്ടും ആ മിസ്റ്റേക്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ഫീലിംഗ് ചിലപ്പോൾ ഉണ്ടാവും. അതുപോലെ തന്നെ എക്സാം ഹോളിൽ ഇതൊന്നുമല്ലാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സൈലം ലേണിംഗ് ആപ്പിലെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അതായത് ബാച്ചിൻ്റെ കമ്മ്യൂണിറ്റീസ് നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവും. നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. നമുക്ക് ടീച്ചേഴ്സോ അല്ലെങ്കിൽ എക്സ്പേർട്സോ നിങ്ങൾക്ക് ആ ഒരു ഇഷ്യൂവിനുള്ള റെസൊല്യൂഷൻ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തരുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇതെല്ലാം പോട്ടെ, ചില ആൾക്കാർ പറയുന്നുണ്ടാവും, സാർ ഞാൻ എക്സാം ഹോളിൽ എല്ലാം കറക്റ്റായിട്ട് തന്നെ സാർ മാർക്ക് ചെയ്ത് എന്നെ സംബന്ധിച്ച് ഞാൻ ആ ചോദ്യങ്ങളെല്ലാം വളരെ ശരിയായിട്ട് ആൻസർ ചെയ്തു, പക്ഷേ കുറേ നെഗറ്റീവ് വന്നു. അതെന്താ അങ്ങനെ? സിമ്പിളായിട്ട് പറയാം, നിങ്ങൾ ആ ചോദ്യങ്ങൾ പലതും ഗസ് ചെയ്തിട്ടുണ്ടാവും. ഗസ്സിങ് എന്ന് പറയുന്നത് 1% പോലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു പരിധി വരെ അതൊരു അഡിക്ഷൻ ഉള്ള ഒരു ഫാക്ടർ കൂടിയാണ് ഈ ഗസ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തരത്തിൽ നിങ്ങൾ ഗസ്സിങ് എന്നുള്ളൊരു ആ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾ പോകാണ്ടിരിക്കുക. നിങ്ങൾ എക്സാം ഹോളിൽ ആൻസറുകൾ എഴുതേണ്ടത് ഹാർട്ട് വെച്ചല്ല, ബ്രെയിൻ വെച്ചിട്ടാണ്. സോ യൂസ് യുവർ ബ്രെയിൻ. ആ ഒരു കാര്യം അല്ലെങ്കിൽ ബ്രെയിൻ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് നിങ്ങൾ പോവുക. ഒരിക്കലും ഏറെക്കുറെ എൻ്റെ ഊഹം ഇതാണ് എന്ന രീതിയിൽ നിങ്ങൾ ഓരോ ആൻസർ മാർക്ക് ചെയ്യാണ്ടിരിക്കുക. ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ലോഗ് ബുക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത GABക്ക് വേണ്ടി തയ്യാറെടുക്കാം. ഓൾ ദ വെരി ബെസ്റ്റ്.